നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ വീണ്ടും 2 മരണം. കണ്ണൂർ ആറളം ഫാമിലെ 13-ാം ബ്ലോക്കിലെ ആദിവാസി ദമ്പതികളായ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ഇവരെ ആന ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ വനം വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. കളക്ടർ വരാതെ മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. സണ്ണി ജോസഫ് MLA ഇടപെട്ടിട്ടും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പരിഹാരമായില്ല. ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന് സണ്ണി ജോസഫ് MLAയുടെ പ്രതികരണം. സംഭവത്തിൽ സർക്കാർ നിസ്സംഗരായി ഇരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. അതേസമയം സങ്കടകരമെന്നായിരുന്നു വനം മന്ത്രി AK ശശീധരൻ്റെ പ്രതികരണം. ആന മതിൽ നിർമ്മാണം നീണ്ടുപോയതടക്കം വന്യമൃഗശല്യത്തിന് കാരണമായിട്ടുണ്ടെന്നും വകുപ്പുകളുടെ ഏകോപനക്കുറവ് ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ആറളത്ത് UDF ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. AI സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് നീങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വരാനിരിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി സമൂഹമാധ്യമ അക്കൗണ്ടുകൾ സ്ത്രീകൾ കൈകാര്യം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ അവരുടെ അനുഭവങ്ങൾ പ്രധാനമന്ത്രിയുടെ അക്കൗണ്ടുകളിലൂടെ പങ്കുവയ്ക്കുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചു. വേതന വർധനവ് അടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 2 ആഴ്ച പിന്നിടുമ്പോഴും നിരഞ്ഞു നോക്കാതെ സർക്കാർ. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് VM സുധീറിനടക്കമുള്ള നേതാക്കൾ സമരവേദിയിലെത്തി. നിരോധിത സംഘടനകൾക്ക് സമരവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് വിരട്ടാൻ നോക്കണ്ടെന്നാണ് സമരസമിതിയുടെ മറുപടി. ആശാ വർക്കർമാരോട് സർക്കാർ ദുരഭിമാനം വെടിഞ്ഞ് അവരുടെ അവകാശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരാക്രമം സ്ത്രീകളോടല്ലെന്നും സർക്കാർ ദുരഭിമാനം വെടിയണമെന്നും അവർ ആവശ്യപ്പെടുന്നത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണെന്നും ആശാ വർക്കർമാരുടെ അവസ്ഥ മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ തിരുത്തണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പത്തനംതിട്ട റാന്നിയിൽ വെച്ചാണ് ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് മടങ്ങിയ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചത്. ആശാ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലായിരുന്നു പ്രതിഷേധം കണ്ട് വാഹനം നിർത്തി മന്ത്രി പുറത്തിറങ്ങി. നടുറോഡിൽ മന്ത്രിയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ വാഗ്വാദമുണ്ടായി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആശാ വർക്കർമാരുടെ സമരസമിതി നേതാവ് S മിനിക്ക് വക്കീൽ നോട്ടീസ് അയച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ്. മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് ജോർജ് ജോസഫ് മന്ത്രിയെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന പരാമർശത്തിലാണ് നോട്ടീസ് അയച്ചത്. ആരോപണം ശരിയല്ലെന്നും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ജോർജ് ജോസഫ് അയച്ച വക്കീൽ നോട്ടീസ് പറയുന്നത്. അതേസമയം നോട്ടീസ് കിട്ടിയില്ലെന്നും കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നും മിനി അറിയിച്ചു. സർക്കാർ വയനാട്ടിലെ ദുരന്തബാധിതർക്കൊപ്പമാണെന്നും മനഃപൂർവ്വമായ ഒരു കാലതാമസത്തിനും ഇടവരുത്തിയില്ലെന്നും റവന്യൂ മന്ത്രി K രാജൻ. വയനാട് ദുരന്തം നടന്ന് 61 ദിവസത്തിനുള്ളിൽ കൂട്ടായി പാർക്കാനുള്ള സ്ഥലം കണ്ടെത്തി. തത്വത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അന്നു തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ പകുതിയോളം പൂർത്തിയാകുമായിരുന്നുവെന്നും നിർഭാഗ്യവശാൽ കോടതി ഇടപെട്ടുവെന്നും മന്ത്രി പറഞ്ഞു. ദുരിതബാധിതർക്ക് ഒരു പേടിയുടെയും ആവശ്യമില്ലെന്നും ഒരു സമരത്തിനും ഇറങ്ങേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മോദി സർക്കാർ ഫാസിസ്റ്റ് ആയെന്ന് മുമ്പും പറഞ്ഞിട്ടില്ലെന്ന് CPM നേതൃത്വം. ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്നു എന്നാണ് നേരത്തെയും സ്വീകരിച്ച നിലപാടെന്നും ഫാസിസ്റ്റ് സർക്കാരായാൽ പിന്നെ എല്ലാവരെയും ചേർത്ത് എതിർക്കാൻ ഐക്യമുന്നണി രൂപീകരിക്കേ വഴിയുള്ളൂവെന്നും CPM പുതിയ നയം സ്വീകരിച്ചു എന്നത് ദുർവ്യാഖ്യാനമെന്നും നേതൃത്വം വ്യക്തമാക്കി. മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന നിലപാട് CPMന് തിരുത്തേണ്ടി വരുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS നയിക്കുന്ന മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ തന്നെയാണെന്നും RSS പൂർണ്ണ ഫാസിസ്റ്റ് സംഘടനയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം വേണമെന്ന ആവശ്യം പരസ്യമാക്കി ശശി തരൂർ. കേരളത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്നാണ് തരൂർ പറഞ്ഞു. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന തരൂർ കേരളത്തിലെ കോൺഗ്രസിൽ പ്രധാന നേതാവിൻ്റെ അഭാവമുണ്ടെന്നും നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ 3-ാം തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നും തരൂർ തുറന്നടിച്ചു.
മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം അമർഷമെന്ന് റിപ്പോർട്ട്. UDF അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് മറുചേരിയുടെ നിലപാട്. ശശി തരൂർ ചെയ്തത് ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. മാധ്യമങ്ങളിലൂടെയുള്ള ശശി തരൂർ നടത്തിയ പ്രതികരണം ശരിയായില്ലെന്നും അദ്ദേഹത്തെ പിന്തുണച്ചുള്ള ആളാണ് താനെന്നും K. സുധാകരൻ പറഞ്ഞു. തരൂർ പാട്ട് വിടില്ലെന്നും CPMൽ പോകുമെന്ന് കരുതുന്നില്ലെന്നും തരൂരിനെ ഇനിയും തിരുത്താമെന്നും സുധാകരൻ പറഞ്ഞു. തരൂർ തന്നെ തിരുത്തിക്കോട്ടെ എന്നും പ്രവൃത്തി അതിരുവിട്ട് പോകരുത് എന്ന് ആഗ്രഹമുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി. നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ലെന്ന് സാദിഖ് ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. കോൺഗ്രസ് വിട്ടാലും കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥമാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. തരൂർ ഇത്രയും കാലം കോൺഗ്രസിൽ തുടർന്നത് അത്ഭുതമാണെന്നും തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു. ശശി തരൂരിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ. നീരണം ഭദ്രാസനം മുൻ മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ കുറിലോസ്. ഞാനാണ് ഏറ്റവും കേമനും ഒരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെയുണ്ടോ എന്നും തരൂരിൻ്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹം സമൂഹമാധ്യമത്തിലെ കുറിപ്പിൽ വിമർശിച്ചു. കിട്ടാവുന്നതെല്ലാം വാങ്ങി അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് അധികാരക്കൊതി തീരാതെ എല്ലാം തന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും കാലുമാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമാണുണ്ടാകുന്നതെന്നും അത് ആര് തന്നെയായാലും ഏത് പ്രസ്ഥാനം ആയാലും അദ്ദേഹം കുറിച്ചു. സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ നിക്ഷേപകർ ഒപ്പിട്ട ഓരോ താൽപ്പര്യപത്രവും യാഥാർത്ഥ്യമാക്കാൻ സമയബന്ധിത പരിപാടിക്ക് സർക്കാർ രൂപം നൽകി. താൽപ്പര്യപത്രങ്ങളുടെ വിശകലനം 2 ആഴ്ചക്കുള്ളിൽ നടത്തുമെന്നും വ്യവസായ മന്ത്രി നിയമ കെയർ വകുപ്പ് മന്ത്രി P. രാജീവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിച്ചിയെ കൂടുതൽ സഞ്ചാര സൗഹൃദമാക്കി നവീകരിക്കാൻ വേണ്ടുന്ന വിപുലമായ വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K. രാജൻ. ഉദ്യോഗസ്ഥ വിദഗ്ധ സംഘത്തോടൊപ്പം പീച്ചി ഹൗസ് സന്ദർശിച്ച ശേഷം പദ്ധതികൾ വിശദീകരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയ ഗെയിംസിൽ വെള്ളി നേടിയ ബീച്ച് ഹാൻഡ്ബോൾ വനിതാ ടീമിനെ അവഹേളിച്ച കായിക മന്ത്രി V. അബ്ദുറഹ്മാനെതിരെ പരസ്യ പ്രതികരണമായ ഹാൻഡ്ബോൾ അസോസിയേഷൻ ടീമിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ തന്നെ തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ നടപടി അംഗീകരിക്കില്ലെന്നും വനിതാ താരങ്ങളെ അപമാനിച്ച മന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും ഹാൻഡ്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അധ്യക്ഷനായിരുന്ന TP ശ്രീനിവാസനെ മർദ്ദിച്ച നടപടിയെ ന്യായീകരിച്ച SFI നേതാക്കൾക്കെതിരെ വിമർശനവുമായി മുരളി തുമ്മാരുകുടി. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് TP ശ്രീനിവാസനെ തല്ലി വീഴ്ത്തിയെന്നും 1 പതിറ്റാണ്ട് കഴിഞ്ഞും ഓരോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നുവെന്നും മുരളി തുമ്മാരുകുടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.